ഡൽഹിയിലെ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിനെതിരെ സോണിയാഗാന്ധി. വിദ്യാർത്ഥികളെ മോദി സർക്കാർ നേരിട്ടത് ഭീരുത്വത്തോടെയും ക്രൂരതയോടെയും എന്ന് സോണിയ. ഭാവിയുടെ അവകാശികളായല്ല, രാജ്യത്തിന്റെ ശത്രുക്കളായാണ് സർക്കാർ കുട്ടികളെ കണക്കാക്കിയത്. എല്ലാ വിയോജിപ്പുകളെയും രാജ്യവിരുദ്ധം എന്ന് ലേബൽ ചെയ്യുന്ന തന്ത്രം പയറ്റുന്നുവെന്നും സോണിയ ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ ലേഖനത്തിൽ വിമർശിച്ചു. വിവരങ്ങളുമായി ER രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, എന്തായാലും സോണിയാഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമാണ് എന്നുള്ളതാണ്. ഇത്തരം പ്രതിഷേധം നടക്കുമ്പോൾ ആ പ്രതിഷേധക്കാരെ പലതരത്തിൽ ഹിന്ദു വിരുദ്ധർ എന്നുള്ള ലേബലിലേക്ക് കൊണ്ടുവരാനായിട്ട് പലതരത്തിലുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ട്. ഹിന്ദു അടക്കമുള്ള ദിനപത്രങ്ങൾ ഈ വാർത്തകൾ കൈകാര്യം ചെയ്തതിലൊക്കെ വലിയ വിമർശനമുണ്ട്. അപ്പോൾ തന്നെയാണ് സോണിയാഗാന്ധിയുടെ ഒരു ലേഖനം ഇത്തരത്തിൽ ഹിന്ദുവിൽ വരികയും ചെയ്യുന്നത്. എന്താണ് അവർ അതിൽ പറയുന്നത്? സ്വാതി, ഡൽഹി പോലീസിന്റെ നടപടിക്കെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് സോണിയാഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെ മോദി സർക്കാർ നേരിട്ടത് ഭീരുത്വത്തോടെയാണ്, ഒപ്പം തന്നെ ക്രൂരതയോടെയാണെന്ന് സോണിയാഗാന്ധി പറഞ്ഞു വെക്കുന്നു. ഭാവിയുടെ അവകാശികൾ എന്ന നിലയിലല്ല അവർ വിദ്യാർത്ഥികളെ നേരിട്ടത്, മറിച്ച് രാജ്യത്തിന്റെ ശത്രുക്കളായാണ് കണക്കാക്കിയത്, നേരിട്ടത് എന്നുകൂടി ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. അപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള അനുമതിയോടെയായിരിക്കും ഇത്തരം അതിക്രമം, പോലീസ് നടപടികൾ എന്നുകൂടി സോണിയ ഈ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ചർച്ചയല്ല സർക്കാർ സ്വീകരിക്കുന്നത്, ആ പാതയല്ല സർക്കാർ സ്വീകരിക്കുന്നത്, മറിച്ച് അക്രമത്തെയാണ് സർക്കാർ ആശ്രയിക്കുന്നതെന്ന കുറ്റപ്പെടുത്തൽ കൂടി ലേഖനത്തിലുണ്ട്. കൂടാതെ എല്ലാ വിയോജിപ്പുകളെയും രാജ്യവിരുദ്ധർ എന്ന ലേബൽ ചെയ്യുന്ന തന്ത്രം നേരത്തെയും കേന്ദ്രം പയറ്റിയിട്ടുണ്ട്, ഇപ്പോഴും അതുതന്നെയാണ് സ്വീകരിക്കുന്നതെന്ന് കൂടി സോണിയാഗാന്ധി കുറ്റപ്പെടുത്തുന്നു. മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊന്ന്, പൊതുവിദ്യാഭ്യാസത്തിൽ നിന്നുള്ള മോദി സർക്കാരിൻ്റെ പിന്മാറ്റവും ഒപ്പം തന്നെ പരീക്ഷാ സംവിധാനത്തിൻ്റെ തകർച്ചയും വലിയ പ്രശ്നമായി തന്നെ സോണിയാഗാന്ധി ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം രാജ്യത്തെ ഏതാണ്ട് 1 ലക്ഷത്തിലധികം സ്കൂളുകളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മോദി സർക്കാരിൻ്റെ കാലയളവിൽ അടച്ചുപൂട്ടിയത് എന്ന കാര്യം സോണിയാഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 12 വർഷത്തിനിടെ പക്ഷേ 43,000 സ്വകാര്യ വിദ്യാലയങ്ങൾ ആരംഭിക്കാൻ അനുമതി നൽകി. അതിൽ ഭൂരിഭാഗവും RSS നിയന്ത്രണത്തിലുള്ളതാണെന്ന കാര്യങ്ങൾ കൂടി ഈ ലേഖനത്തിൽ സോണിയാഗാന്ധി പറഞ്ഞു വെക്കുകയാണ്. രണ്ടാമത്തെ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് തകർന്ന പരീക്ഷാ സംവിധാനമാണ് രാജ്യത്ത്. അത് പരീക്ഷാ നടത്തിപ്പ് തന്നെ വലിയ തോതിൽ പ്രശ്നമുണ്ട്, അതിൽ തന്നെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന എന്ന കാര്യം കൂടി സോണിയാഗാന്ധി ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ മോദി സർക്കാരിൻ്റെ അഹങ്കാരത്തിനും ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ വലിയ തോതിൽ നിരാശാജനകരുമാണ്. അതിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ രാജ്യത്ത് പല ഭാഗങ്ങളിൽ ഉയർന്നു വരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നാണ് സോണിയാഗാന്ധി ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. സ്വാതി. ശരി, രാകേഷ്.